ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസറ്റീവ് വേർബ്സ് ആണ്. 4 ഡിഫറെൻറ്റ് കോസറ്റീവ് വേർബ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുൻപും കോസറ്റീവ് വേർബ്സിൻ്റെ ലെസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നും 4 ഡിഫറെൻറ്റ് കോസറ്റീവ് വേർബ്സിനെ പറ്റി തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഹാവ്, ഗെറ്റ്, ഈ 2 വേർബുകളും ഫസ്റ്റ് പാർട്ടിലും മേക്ക് ആൻഡ് ലെറ്റ് ഇത് രണ്ടും സെക്കൻഡ് പാർട്ടിലുമായിട്ട് 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു കുഞ്ഞ് സെൻറ്റൻസ്, ഐ കട്ട് മൈ ഹെയർ, ഞാൻ എൻ്റെ മുടി മുറിച്ചു. ഇത് ഞാൻ സ്വയം ചെയ്യുന്നതാണ്. ഐ കട്ട് മൈ ഹെയർ എന്ന് പറയുന്നത് ഞാൻ സ്വയം ചെയ്യുകയാണ്. പക്ഷേ സാധാരണ ആളുകളൊക്കെ മുടി മുറിക്കുക എന്നത് സ്വയം ചെയ്യുന്നതല്ല. അവർ കടയിൽ പോയി ഹെയർ ഡ്രസ്സറുടെ അടുത്ത് പോയി അവരോട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് 2 തരത്തിൽ പറയാം. ഐ ഹാഡ് മൈ ഹെയർ കട്ട്, അതുപോലെ തന്നെ ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. അവിടെ ഹാഡ് എന്ന കോസറ്റീവ് വേർബാണ് ഉപയോഗിച്ചത്. അതുപോലെ ഐ ഗോട്ട് മൈ ഹെയർ കട്ട് എന്ന് പറയുമ്പോഴും ഗോട്ട് എന്ന കോസറ്റീവ് വേർബ് അവിടെ ഉപയോഗിച്ചു. ഇവിടെ 2 സെൻറ്റൻസിലും മുടി മുറിപ്പിച്ചു, ഞാൻ എൻ്റെ മുടി മുറിപ്പിച്ചു എന്നാണ്. ഈ മുറിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിൽ ഹെയർ കട്ടിങ് ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഹെയർ കട്ടിങ് സലോണിൽ പോയി അവരോട് മുടി മുറിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. നമ്മൾ അത് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് നമ്മളാണ്, അതിന് കാരണമാവുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വേർബുകളെ കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, റിപ്പയർ ദ കാർ, കാർ റിപ്പയർ ചെയ്യുക, റിപ്പയർ ദ കാർ. ഇത് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക? ഞാൻ സ്വയം കാർ റിപ്പയർ ചെയ്തു എന്നാണെങ്കിൽ ഐ റിപ്പയർഡ് ദ കാർ. ഐ സബ്ജക്റ്റ്, പിന്നെ റിപ്പയർഡ് ഉപയോഗിച്ചു, ആ വേർബ് ഉപയോഗിച്ചു. ആ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് റിപ്പയർഡ്. അപ്പോൾ ഞാൻ കാർ റിപ്പയർ ചെയ്തു എന്നാണെങ്കിൽ ഐ റിപ്പയർഡ് ദ കാർ. അവിടെ കോസറ്റീവ് വേർബിൻ്റെ ആവശ്യം ഇല്ല. അതേസമയം ഞാൻ കാർ റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നാണെങ്കിൽ ഐ ഹാഡ് മൈ കാർ റിപ്പയർഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ ഗോട്ട് മൈ കാർ റിപ്പയർഡ് എന്ന് പറയാം. ഈ 2 സെൻറ്റൻസും കറക്റ്റ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഹാഡ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഫോർമൽ ആണ്. ഗോട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. പക്ഷേ ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഐ റിപ്പയർഡ് മൈ കാർ എന്ന് പറയുമ്പോൾ റിപ്പയർഡ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് റിപ്പയർഡ് എന്ന വേർബ് ഉപയോഗിച്ചു. അതേസമയം ഐ ഹാഡ് മൈ കാർ റിപ്പയർഡ് എന്ന് പറയുമ്പോൾ ആ വേർബ് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ എൻഡിലേക്ക് പോയി. ഇനി വേറൊരു എക്സാമ്പിൾ, ക്ലീൻ മൈ അപ്പാർട്ട്മെൻറ്റ്, എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യുക. ഇത് സ്വയം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഐ ക്ലീൻഡ് മൈ അപ്പാർട്ട്മെൻറ്റ്, ഈസി. അതല്ല, ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണെങ്കിലോ ഐ ഹാഡ് മൈ അപ്പാർട്ട്മെൻറ്റ് ക്ലീൻഡ്, ഐ ഗോട്ട് മൈ അപ്പാർട്ട്മെൻറ്റ് ക്ലീൻഡ്. അവിടെ കോസറ്റീവ് വേർബ് ഉപയോഗിച്ചു. ഫിക്സ് മൈ കമ്പ്യൂട്ടർ, എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കുക. ഞാൻ സ്വയം ചെയ്യുന്നതാണെങ്കിൽ ഐ ഫിക്സ്ഡ് മൈ കമ്പ്യൂട്ടർ. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലോ ഐ ഹാഡ് മൈ കമ്പ്യൂട്ടർ ഫിക്സ്ഡ്, ഐ ഗോട്ട് മൈ കമ്പ്യൂട്ടർ ഫിക്സ്ഡ്. ഇനി നമുക്ക് ഈ 4 ഡിഫറെൻറ്റ് കോസറ്റീവ് വേർബ്സ് ഹാവ്, ഗെറ്റ്, മേക്ക് ആൻഡ് ലെറ്റ് ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് സെൻറ്റൻസസിൽ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ 4 സെൻറ്റൻസസ് നോക്കൂ. ഐ ഹാഡ് സംവൺ ക്ലീൻ ദ ഹൗസ്, I get someone to clean the house, I made someone clean the house, I let someone clean the house. ഈ 4 സെൻറ്റൻസസിലും ഉപയോഗിച്ചിരിക്കുന്നത് കോസറ്റീവ് വേർബ്സ് ആണ്. ഹാഡ്, ഗെറ്റ്, മെയ്ഡ്, ലെറ്റ് എന്നീ കോസറ്റീവ് വേർബ്സ് ആണ് ഈ സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കാം. ഐ ഹാഡ് സംവൺ ക്ലീൻ ദ ഹൗസ്. ഇവിടെ ഐ ഹാഡ് സംവൺ ക്ലീൻ ദ ഹൗസ്, ഐ ഗോട്ട് സംവൺ ടു ക്ലീൻ ദ ഹൗസ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്.
ഈ രണ്ട് സെൻറ്റൻസുകളും ഓൾമോസ്റ്റ് സെയിം ആണ്, ഹാഡ് ഉപയോഗിക്കുമ്പോഴും ഗോട്ട് ഉപയോഗിക്കുമ്പോഴും എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, ഗോട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ഗോട്ട് സംവൺ ടു ക്ലീൻ ദ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളെ കിട്ടുന്നതിന്, ക്ലീൻ ചെയ്യാൻ ഒരാളെ കിട്ടുക എന്ന ഒരു വർക്ക്, അതിന് കുറച്ച് എഫേർട്ട് വേണ്ടി വന്നു. ചിലപ്പോൾ ആളെ കിട്ടാനുണ്ടാവില്ല, അത് ബുദ്ധിമുട്ടിയിട്ടാവും അത്തരം ഒരാളെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഐ ഗോട്ട് സംവൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എഫേർട്ട് ഉണ്ട്. ആ ഒരു വർക്ക് ചെയ്യാൻ ഒരാളെ കണ്ടുപിടിക്കുക എന്നത് ഇറ്റ് വാസ് ഹാർഡ്. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഗോട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷേ രണ്ടും മാറി മാറി ഉപയോഗിച്ചാലും അതിന് തെറ്റൊന്നും ഇല്ല. ഇനി ഐ മെയ്ഡ് സംവൺ ക്ലീൻ ദ ഹൗസ്. മേക്ക് എന്ന ഒരു കോസറ്റീവ് വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണത്. ഐ മെയ്ഡ് സംവൺ. ഇവിടെ ഒരാളെ ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് പുഷ് ചെയ്തിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കില്ലേ, അതാണ് മെയ്ഡ്. അയാൾക്ക് ഇഷ്ടമില്ല അത് ചെയ്യാൻ, എങ്കിലും ചെയ്യിപ്പിക്കുന്നു. അവിടെയാണ് മെയ്ഡ് ഉപയോഗിക്കേണ്ടത്. ഐ മെയ്ഡ് സംവൺ ടു ക്ലീൻ ദ ഹൗസ് എന്ന് പറയുമ്പോൾ ആ സംവൺ, ആ ആൾക്ക് ആ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിലും ചെയ്യിപ്പിച്ചു എന്നാണ്. ഐ പുഷ്ഡ് സംവൺ ടു ക്ലീൻ ദ ഹൗസ്. ഐ ഫോഴ്സ്ഡ് സംവൺ ടു ക്ലീൻ ദ ഹൗസ് എന്നാണ്. ഐ മെയ്ഡ് സംവൺ ക്ലീൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് ഐ ലെറ്റ് സംവൺ ക്ലീൻ ദ ഹൗസ്. ഐ ലെറ്റ് സംവൺ, അവിടെ കോസറ്റീവ് വെർബ് മാറി ലെറ്റ് ഉപയോഗിച്ചു. ലെറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനുവദിക്കുക, ഗിവ് പെർമിഷൻ എന്നാണ്. ഒരാളെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആണ് അല്ലേ? ഒരാളെ ഫോഴ്സ് ചെയ്യുന്നതും ഒരാളെ അനുവദിക്കുന്നതും തമ്മിൽ ഡിഫറൻ്റ് അല്ലേ? ഒരാൾ നമ്മളോട് ക്ലീൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, യു ക്ലീൻ, ഇറ്റ്സ് ഓക്കെ, ഗോ എഹെഡ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഐ ലെറ്റ് സംവൺ ക്ലീൻ ദ ഹൗസ് എന്നാണ്. ലെറ്റ് ഉപയോഗിക്കേണ്ടത് അവിടെയാണ്. ഇപ്പോൾ ഹാവ്, ഗെറ്റ്, മേക്ക് ആൻഡ് ലെറ്റ്, ഈ 4 കോസറ്റീവ് വേർബ് ഉപയോഗിക്കാൻ ഇനി സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് 4 കോസറ്റീവ് വേർബ്സ് ഉപയോഗിക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് പ്രാക്ടീസിന് വേണ്ടി നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. ഒരു സിറ്റുവേഷൻ പറയാം. ഐ ഡിഡ്ന്റ് വാണ്ട് മൈ ഫ്രണ്ട് ടു ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്, ബട്ട് ഷീ ഇൻസിസ്റ്റഡ് ആൻഡ് ഐ ഫൈനലി സെഡ് ഓക്കെ. I didn't want my friend to drive me to the airport. എൻ്റെ ഫ്രണ്ട് എന്നെ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലേക്ക് ആക്കുന്നതിന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബട്ട് ഷീ ഇൻസിസ്റ്റഡ് ആൻഡ് ഐ ഫൈനലി സെഡ് ഓക്കെ. പക്ഷെ അവൾ എന്നെ നിർബന്ധിച്ചു. ഫൈനലി ഐ സെഡ് ഓക്കെ. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഇവിടെ ഏത് കോസറ്റീവ് വേർബാണ് ഉപയോഗിക്കേണ്ടത്? നോക്കൂ, ഈ 4 ഓപ്ഷൻസ് നോക്കൂ. ഐ ഹാഡ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. സെക്കൻഡ് വൺ, ഐ ഗോട്ട് മൈ ഫ്രണ്ട് ടു ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. ഐ മെയ്ഡ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. ഐ ലെറ്റ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ഐ ലെറ്റ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്, അതാണ് കറക്റ്റ്. ഒരുപാട് നിർബന്ധിച്ചപ്പോഴല്ലേ ഓക്കെ പറഞ്ഞത്? അതുകൊണ്ട് ഫൈനലി എന്താ സംഭവിച്ചത്? ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഐ ഗേവ് പെർമിഷൻ എന്നാണ് അവിടെ മീനിങ്. അതുകൊണ്ട് തന്നെ ഐ ലെറ്റ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. വേറൊരു സിറ്റുവേഷൻ നോക്കൂ. ഐ ആസ്ക്ഡ് മൈ ഫ്രണ്ട് to drive me to the airport, but she wasn't sure. So, I promised to take her out for dinner. ഇവിടെ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എന്നെ എയർപോർട്ടിൽ വിടണമെന്ന്. ബട്ട് ഷി വാസൻ ഷുവർ, പക്ഷെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, അവൾ ഉറപ്പ് പറഞ്ഞില്ല. സോ ഐ പ്രോമിസ് ടു ടേക്ക് ഹെർ ഔട്ട് ഫോർ ഡിന്നർ. അതുകൊണ്ട് ഞാൻ അവളെ ഡിന്നറിന് പുറത്ത് കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തു. ഇവിടെ ഈ സെൻറ്റൻസിൽ ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്. ഇറ്റ് വാസ് ഹാർഡ് ടു കൺവിൻസ് ഹെർ. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഉറപ്പുണ്ടായിരുന്നില്ല കൊണ്ടുവിടാം എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവളെ നിർബന്ധിക്കേണ്ടി വന്നു.
അപ്പോൾ എന്താ ചെയ്യേണ്ടി വന്നത്? ഒരു വലിയ എഫേർട്ട് വേണ്ടി വന്നു അവളെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഡിന്നറിന് പുറത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറയേണ്ടി വന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഒരു ബിഗ് എഫേർട്ട് വേണ്ടി വന്നിട്ടുണ്ട് അവളെ സമ്മതിപ്പിക്കാൻ. ഇറ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ ഇവിടെ ഏത് സെൻറ്റൻസ് ആണ് വേണ്ടത്? ഐ ഹാഡ് മൈ ഫ്രണ്ട് ഡ്രൈവ് മീ ടു ദ എയർപോർട്ട്. I got my friend to drive me to the airport. I made my friend drive me to the airport. I let my friend drive me to the airport. ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് ഇവിടെ വേണ്ടത്? I got my friend to drive me to the airport എന്നാണ് വേണ്ടത്. കാരണം ഇവിടെ ഒരു വലിയ എഫേർട്ട് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് got എന്ന് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കൂ. I asked her to drive me to the airport and she said, sure. ഇവിടെ ഏതാണ് ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ? ഇവിടെ വേണ്ടത് I had my friend drive me to the airport. പക്ഷേ I had my friend drive me to the airport എന്ന് പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ് I got my friend to drive me to the airport. അപ്പോൾ ആ സെൻറ്റൻസും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, I forced her to drive me. I said, if you don't drive me, we are not friends anymore. I forced her to drive me to the airport. എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവിടാൻ അവളെ ഞാൻ നിർബന്ധിച്ചു, ഫോഴ്സ് ചെയ്തു. I said, if you don't drive me, we are not friends. നീ എന്നെ കൊണ്ടുവിടുന്നില്ലെങ്കിൽ ഇനി നമ്മൾ ഫ്രണ്ട്സേ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ഗൗരവത്തിലാണ്. വെരി സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്, ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ട ഓപ്ഷൻ I made my friend drive me to the airport എന്നാണ്. ഇവിടെ ഫ്രണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വരാൻ, എങ്കിലും ഒരുപാട് നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ. ഷീ അറൈവ്ഡ് 30 minutes late. സോ ഐ സെഡ്, യു ആർ പേയിങ് ഫോർ ഡിന്നർ. അവൾ 30 minutes ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യു ആർ പേയിങ് ഫോർ ഡിന്നർ. നീ ഡിന്നറിന് പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. I had her pay for dinner. I got her to pay for dinner. I made her pay for dinner. I let her pay for dinner. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ I made her pay for dinner ആണ്. കാരണം അവൾ ഒരിക്കലും ഡിന്നറിന് പേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. She didn't want to, but I pushed her to pay because she was late. നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് മെയ്ഡ് എന്ന കോസറ്റീവ് വെർബ് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അനദർ സിറ്റുവേഷൻ, ഐ ഹയേർഡ് എ ഗാർഡനർ ടു ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഐ ഹാഡ് എ ഗാർഡനർ ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഐ ഗോട്ട് എ ഗാർഡനർ ടു ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഐ മെയ്ഡ് എ ഗാർഡനർ ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഐ ലെറ്റ് എ ഗാർഡനർ ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഐ ഹയേർഡ് എ ഗാർഡനർ ടു ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ. ഞാനൊരു ഗാർഡനറെ വിളിപ്പിച്ചു, ഒരു ഹയർ ചെയ്തു. അതായത് പൈസ കൊടുക്കാം എന്ന കണ്ടീഷനിൽ വിളിപ്പിച്ചു. എന്തിനാണ്? ഗാർഡൻ സംരക്ഷിക്കുന്നതിന്, ഗാർഡൻ ഒന്ന് നോക്കുന്നതിന്, ഗാർഡൻ സംരക്ഷിക്കുന്നതിന്. ഇവിടെ പൈസ നമ്മൾ പേ ചെയ്തിട്ടാണ് ഒരാളെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഐ ഹാഡ് എ ഗാർഡനർ ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ എന്നാവാം. അതല്ലെങ്കിൽ ഐ ഗോട്ട് എ ഗാർഡനർ ടു ടേക്ക് കെയർ ഓഫ് ദ ഗാർഡൻ, അങ്ങനെയും ആകാം. അത് രണ്ടും അവിടെ കറക്റ്റാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ. മൈ ബോസ് ഡിഡ്ന്റ് വാണ്ട് ടു പേ ഫോർ മൈ വെക്കേഷൻ ഇൻ ഇറ്റലി, ബട്ട് ഐ ടോൾഡ് ഹിം ദ ട്രിപ്പ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് ബിസിനസ് കോണ്ടാക്ട്സ്. എൻ്റെ ബോസ് ഇറ്റലിയിലേക്കുള്ള എൻ്റെ വെക്കേഷന് വേണ്ടി പേ ചെയ്യാൻ, പൈസ തരാൻ തയ്യാറായിരുന്നില്ല, അതിന് ആഗ്രഹിച്ചിരുന്നില്ല മൈ ബോസ്. But I told him the trip was important for making business contacts. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ട്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഈ ട്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ
ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഐ ഹാഡ് മൈ ബോസ് പേ ഫോർ മൈ ട്രിപ്പ്. ഐ ഗോട്ട് മൈ ബോസ് ടു പേ ഫോർ മൈ ട്രിപ്പ്. ഐ മെയ്ഡ് മൈ ബോസ് പേ ഫോർ മൈ ട്രിപ്പ്. ഐ ലെറ്റ് മൈ ബോസ് പേ ഫോർ മൈ ട്രിപ്പ്. ഇവിടെ ഈ സെൻറ്റൻസിൽ ഒരാളെ നിർബന്ധിച്ച് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്, ബോസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ബിസിനസ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഈ ട്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് ബോസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ടത് ഐ ഗോട്ട് മൈ ബോസ് ടു പേ ഫോർ മൈ ട്രിപ്പ് എന്നാണ്. ഇത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഇറ്റ് വാസ് നോട്ട് ഈസി. അതുകൊണ്ടാണ് ഗോട്ട് എന്ന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ. John had nowhere to sleep, so he asked if he could spend the night on my couch. I said, okay. ജോണിന് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല ഉറങ്ങാൻ. അപ്പോൾ ജോൺ എന്നോട് ചോദിച്ചു, ഇഫ് ഹീ കുഡ് സ്പെൻഡ് ദ നൈറ്റ് ഓൺ മൈ കൗച്ച്, എൻ്റെ കൗച്ചിൽ ഉറങ്ങാൻ പറ്റുമോ, നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഐ സെഡ് ഓക്കെ. ഞാൻ ഓക്കെ പറഞ്ഞു, എന്നാൽ ഞാൻ അവനെ അനുവദിച്ചു എന്നല്ലേ. അപ്പോൾ അവിടെ വേണ്ടത് ഐ ഹാഡ് ജോൺ സ്ലീപ്പ് ഓൺ ദ കൗച്ച് എന്നാണോ, അതല്ലെങ്കിൽ ഐ ഗോട്ട് ജോൺ ടു സ്ലീപ്പ് ഓൺ ദ കൗച്ച് എന്നാണോ. അതും അല്ലെങ്കിൽ വേറെ 2 ഓപ്ഷൻസ് കൂടിയുണ്ട്. ഐ മെയ്ഡ് ജോൺ സ്ലീപ്പ് ഓൺ ദ കൗച്ച്. ഐ ലെറ്റ് ജോൺ സ്ലീപ്പ് ഓൺ ദ കൗച്ച്. ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ്? ഏത് കോസറ്റീവ് വേർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ജോണിനെ ഞാൻ അനുവദിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഐ ലെറ്റ് ജോൺ സ്ലീപ്പ് ഓൺ മൈ കൗച്ച്. ഇവിടെ പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലെറ്റ് ഉപയോഗിച്ചത്. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.